السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഇൽമും അമലും നാഫിയായ ഇൽമും സ്വാലിഹായ അമലും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വക്കാലത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ആ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഫഇൻ തഅദ്ദാ ളമിന, വീഴ്ച വരുത്തിയാൽ ഉത്തരവാദിയാകും. ഏതൊക്കെ വിധത്തിലാണ് വീഴ്ചകൾ ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുന്നത്. കുറേ ഉദാഹരണങ്ങളാണ്. പൈസ നഷ്ടപ്പെട്ടു പോവുക, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ചിരുന്നു പിന്നെ മറന്നുപോയി. ഇതൊക്കെ ഒരു ജാഗ്രത കുറവാണല്ലോ. വമിന തഅദ്ദി, വീഴ്ചയിൽപ്പെട്ടതാണ് അൻ യളീഅ മിൻഹുൽ മാലു, മുവക്കിലേൽപ്പിച്ച പണം നഷ്ടപ്പെട്ടു പോകൽ. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. വലാ യദ്രി, അവൻ അറിയുന്നില്ല, കൈഫ ളാഅ, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. കട്ടുകൊണ്ടുപോയതാണോ, താൻ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചതാണോ, അല്ലെങ്കിൽ താൻ ആർക്കെങ്കിലും കടം, ഒന്നും അറിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യം വീഴ്ചയായിട്ട് പരിഗണിക്കും. അവൻ മുവക്കിലിന് നഷ്ടം കൊടുക്കേണ്ടി വരും. മറ്റൊരു ഉദാഹരണം, വളൂഹു ബി മഹല്ലിൻ സുമ്മ നസിയഹു, ഒരു സ്ഥലത്ത് അതിനെ വെച്ചു, പിന്നെ അത് മറന്നുപോയി. ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല. നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. മുവക്കൽ ഫീഹി, നശിപ്പിച്ചാൽ ഉത്തരവാദിയാകുമെന്ന് പറഞ്ഞല്ലോ. മുവക്കൽ ഫീഹി അല്ലാത്ത വേറെന്തെങ്കിലും നശിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിയാവൂല. ഞാൻ ഏൽപ്പിക്കപ്പെട്ട സാധനം നശിപ്പിച്ചാൽ ഉത്തരവാദിയാവുള്ളൂ. വേറെ സാധനം നശിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഇതിന് ബാധിക്കൂലല്ലോ. വലാ യൻഅസിലു, വക്കീൽ സ്ഥാനഭ്രഷ്ടനാവുകയില്ല, വക്കീലിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയില്ല. ബി തഅദ്ദീഹി ബിഗൈരി ഇത്ലാഫിൽ മുവക്കലി ഫീഹി, മുവക്കൽ ഫീഹി നശിപ്പിക്കുക അല്ലാത്ത മറ്റെന്തെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം കൊണ്ട് അവൻ നസലാവില്ല. മുവക്കൽ ഫീഹി നശിപ്പിച്ചാൽ വേറെന്തെങ്കിലും കാര്യത്തിലോ പരിധി വിട്ടു, അവൻ്റെ സ്വത്തിലോ പരിധി വിട്ടു, അതൊന്നും ഇവിടെ ഈ വിഷയത്തെ ബാധിക്കില്ല. വലാ യൻഅസിലു, അവൻ വക്കാലത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. ബി തഅദ്ദീഹി, മറ്റു വിധത്തിലുള്ള വീഴ്ച കൊണ്ട്. മറ്റു വിധം എന്ന് പറഞ്ഞാൽ ബിഗൈരി ഇത്ലാഫിൽ മുവക്കലി ഫീഹി, വക്കാലത്താക്കപ്പെട്ട വസ്തു നശിപ്പിക്കലല്ലാത്ത രീതിയിലുള്ള മറ്റുള്ള അവൻ്റെ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ ആളുടെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്തു, അവൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുകൊണ്ട് വക്കാലത്ത് വക്കീല് സ്ഥാനഭ്രഷ്ടനാവുകയില്ല. മറ്റൊന്ന്, ടെക്സ്റ്റൈൽസ് പോയിട്ട് ഒരു വസ്ത്രം വില പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. ഒരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് വസ്ത്രം നശിച്ചു. ആരാ ഉത്തരവാദിയാവുക? ദൂതൻ ഉത്തരവാദിയാവില്ല, ഈ അയച്ച ആളാണ് ഉത്തരവാദിയാവുക. വലു അർസല ഇലാ ബസ്സാരി, ഒരു വസ്ത്ര കച്ചവടക്കാരൻ്റെ സമീപത്തേക്ക് ഒരാൾ ഒരു ദൂതനെ വിട്ടു. യഖുദ മിൻഹു സൗബൻ, അയാളിൽ നിന്ന് ഒരു വസ്ത്രം എടുക്കാൻ വേണ്ടി. സൗമൻ, വില പറഞ്ഞിട്ട്. ഫതലിഫ ഫി ത്വരീഖി, അങ്ങനെ അത് വഴിയിൽ വെച്ച് നശിച്ചാൽ ലമിനഹുൽ മുർസിലു, അതിന് ഉത്തരവാദി ആരാണ്? അയച്ച ആളാണ് ഉത്തരവാദിയാവുക. ലർ റസൂലു, ദൂതൻ അല്ല ഉത്തരവാദിയാവുക.
ബസ്സാസ് എന്ന് പറഞ്ഞാൽ വസ്ത്ര കച്ചവടക്കാരനാണ് ബസ്സാസ് എന്ന് പറയാം. ഈ ദൂതന് ഉത്തരവാദിയല്ല. വല അർസലില ബസ്സാസിൻ, ഒരു വസ്ത്ര കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു ദൂതനെ പറഞ്ഞയച്ചു. ലിയഖുദ മിൻഹു സൗബൻ, അയാളിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടുവരാൻ. സൗമൻ, വില പറഞ്ഞവനായി. ഫതലിഫ ബിത്തരീഖി, ആ വസ്ത്രം വഴി വെച്ച് നശിച്ചു. ഇപ്പോൾ ഈ വസ്ത്രത്തിന് ആരാ നഷ്ടം കൊടുക്കേണ്ടത്? അയച്ച ആളാണ്, ദൂതനല്ല നഷ്ടം കൊടുക്കേണ്ടത്. ഇനി തർക്കങ്ങളിലെ തീരുമാനത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളെ ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു, നിങ്ങൾക്കൊരു 10,000 രൂപ തന്ന് വക്കാലത്താക്കി. പിന്നെ തർക്കായി, വക്കാലത്ത് നടന്നിട്ടുണ്ടോ ഇല്ലേ തീരുമാനം. അല്ലെങ്കിൽ വക്കാലത്തിൻ്റെ രീതിയിൽ അഭിപ്രായ വ്യത്യാസം. കടത്തിന് വിൽക്കാനല്ല പറഞ്ഞത്, റൊക്കത്തിന് വിൽക്കാനാണ്. മറ്റേയാൾ പറഞ്ഞതല്ല, കടത്തിന് വിൽക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 20 ഉറുപ്പ്യക്ക് വാങ്ങാനാണ് പറഞ്ഞത്, അവൻ 30 ഉറുപ്പ്യക്കാണ് വാങ്ങിയത്. ഇങ്ങനെയുള്ള തർക്കം വന്നാൽ ആരുടെ വാദമാണ് അംഗീകരിക്കപ്പെടുക? മുവക്കിലിൻ്റെ വാദമാണ് അംഗീകരിക്കപ്പെടുക. ഫറഅൻ ലം ഇഖ്തലഫ ഫീ അസ്ലി വക്കാലത്ത്, വക്കാലത്തിൽ രണ്ടുപേർ തർക്കിച്ചു. ബഅദ തസറുഫി, ഇടപാടുകളൊക്കെ നടന്നതിന് ശേഷം. ഉദാഹരണം, വക്കൽതനീ ഫീക, എന്നെ കാര്യം ചെയ്യാൻ വേണ്ടി താങ്കൾ എന്നെ വക്കാലത്താക്കിയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കച്ചവടം നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള മൊബൈൽ വിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയെന്ന് കൂട്ടിക്കോ, തർക്കാണ്. അപ്പോൾ മൊബൈൽ വിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാണ് മൊബൈൽ വിറ്റത് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലേ വിൽക്കാൻ വേണ്ടി എന്നെ വക്കാലത്താക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ വക്കാലത്താക്കിയിട്ടൊന്നുമില്ല, ആ മൊബൈൽ എനിക്ക് കൊണ്ടാ, തരൂ, തിരിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞു. ഇതാണ് അസ്ലുൽ വക്കാലത്ത്. വക്കാലത്ത് തന്നെ നടന്നിട്ടുണ്ടോ എന്ന് തർക്കിച്ചു എന്ന് പറഞ്ഞാൽ, വക്കാലത്ത് അയാൾ പറഞ്ഞു, മാ വക്കൽത്തുക്ക, ഞാൻ നിന്നെ വക്കാലത്താക്കിയിട്ടില്ല. ഔഫി സിഫത്തിയ, അല്ലെങ്കിൽ വക്കാലത്തിൻ്റെ രൂപത്തിൽ തർക്കിച്ചു. എങ്ങനെ? ആ രൂപം ഞാൻ പറഞ്ഞുതരാം. ബിയാൻ ഖാല, അയാൾ പറഞ്ഞു, വക്കൽതനി ബിൽ ബൈ നസിയത്തൻ, മൊബൈൽ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു, പക്ഷേ നിങ്ങൾ 2 മാസത്തെ കാശിൻ്റെ അവധിക്കാണ് വിറ്റത്. അപ്പോൾ നിങ്ങൾ പറയാണ്, വക്കൽതനി ബിൽ ബൈ നസിയത്തൻ, കടത്തിന് വിൽക്കാനാണ് വക്കാലത്താക്കിയത്. അനിയോ ബിഷിറായി, അല്ലെങ്കിൽ വാങ്ങാൻ, ബിശ്രീന, 20 രൂപക്ക്. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ബൽ നഖ്ദൻ, അല്ലല്ല കടത്തിനല്ല, നഖ്ദൻ റൊക്കമായിട്ടാണ്. നഖ്ദ് എന്നവിടെ നാണയം എന്നല്ല അർത്ഥം. നസീഅത്ത് എന്നതിൻ്റെ വിപരീത പദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കടത്തിന് വിൽക്കാനാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ മറ്റേയാളെന്ന് പറഞ്ഞു, അല്ലല്ല, ഞാൻ തന്നെ ഏൽപ്പിച്ചത് നഖ്ദൻ, റൊക്കത്തിന് വിൽക്കാനാണ്. ഇതിപ്പോൾ അസ്ലുൽ വക്കാലത്തിലുള്ള തർക്കമല്ല, സിഫത്തുൽ വക്കാലത്തിലെ തർക്കമാണ്. അല്ലെങ്കിൽ 20 ഉറുപ്പ്യക്ക് വാങ്ങാനാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഓബി ആഷറ, 10 രൂപക്കാണ്. ഇങ്ങനെ തർക്കിച്ചാൽ സുദ്ദിഖൽ മുവക്കിലു ബിയമീനിഹി ഫിൽ കുല്ലി, ഈ പറഞ്ഞിടത്തെല്ലാം മുവക്കിലിൻ്റെ വാദമാണ് വാസ്തവമാക്കപ്പെടുക. ലിഅന്നൽ അസ്ലമാഹു, കാരണം അസ്ല് അയാളോട് കൂടെയാണ് ഉള്ളത്. വക്കാലത്തുണ്ടോ വക്കാലത്തില്ലേ എന്ന് ചോദിച്ചാൽ, വക്കാലത്തില്ലാക്കലാണല്ലോ അസ്ല്. എൻ്റെ സാധനം ഞാൻ തന്നെ ചെയ്യലല്ലേ അടിസ്ഥാനപരമായിട്ടുള്ളത്. അല്ലെങ്കിൽ കടത്തിന് റൊക്കത്തിന് എന്ന് പറയുമ്പോൾ റൊക്കത്തിന് വിളിക്കലല്ലേ അസ്ല് സാധാരണ. ഒരു സാധനം 10-ന് 20-ന് വാങ്ങുമ്പോൾ 20-നാകലല്ലേ അസ്ല്, കുറഞ്ഞ പൈസക്കാവുക എന്നുള്ളതല്ലേ അസ്ല്. മുവക്കിലാണല്ലോ അയാളെ കാര്യത്തിനെ കുറിച്ചും അയാൾ നൽകിയ അനുവാദത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുക. ഇനി വക്കീൽ എപ്പോഴാണ് അയാളുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുക എന്ന, ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒഴിവാക്കാം, അല്ലാതെ തന്നെ 2-ൽ നിന്നൊരാൾ മറ്റൊരാളെ ഒഴിവാക്കിയാലും ഒഴിവാക്കും. വക്കീലിനെ തന്നെ ഒഴിവാക്കുക. ഞാൻ സാധനം ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വക്കീൽ പറയാം, ഞാൻ നിങ്ങളെന്തായിട്ടുണ്ട് വിൽക്കാൻ ഏൽപ്പിച്ചത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാം. എൻ അസിലുൽ വക്കീലു ബി അസ്ലി അഹദിഹിമ, വക്കീൽ
വക്കാലത്തിൻ്റെ ജോലിയിൽ നിന്ന് രാജിയാകും ബി അസ്രി അഹദിഹിമ, രണ്ടിലൊരാൾ ഒഴിവാക്കലുമുണ്ട്. രണ്ടിലൊരാൾ എന്ന് പറഞ്ഞാൽ ഐ ബി യഖൂലുൽ വക്കീലു നഫ്സുഹു, വക്കീൽ തന്നെ അയാളോട് പറയുക, അസ്ലിയ, വക്കീൽ തന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറയാം. ഔ യാസിലൽ മുവക്കിലു, അല്ലെങ്കിൽ മുവക്കിൽ അസ്ലിയ, വക്കീലിനെ ഞാൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേക പദം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. സ്വഭാവം കാരണം അസ്ലിൻ്റെ പദം കൊണ്ടായാലും ഫസഖ്തുൽ വക്കാലത്ത് ഔ അബ്തൽതുഹാ ഉസിൽതുഹാ വൈലം യാലമിൻ മഅസൂൽ, അസിൽ ചെയ്യപ്പെട്ടവൻ അറിഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും വക്കാലത്തിൻ്റെ അസിൽ സ്വഹിയാണ്. ഞാൻ നിന്നെ ഒഴിവാക്കി, ഞാൻ എൻ്റെ വക്കീലിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആരറിഞ്ഞില്ല? മഅസൂല്, ഒഴിവാക്കപ്പെട്ട വ്യക്തി അറിഞ്ഞില്ല. അയാൾ ഇവിടെ നാട്ടിലില്ലായിരുന്നു. അപ്പം പിന്നെ ആ പറഞ്ഞ സമയത്തിന് ശേഷം അയാൾ ചെയ്യുന്ന ഇടപാടുകളൊന്നും എന്താകില്ല? സ്വഹിയാകില്ല. അവ യാസിലൻ മുവക്കിൽ, അല്ലെങ്കിൽ മുവക്കിൽ എന്ത് ചെയ്യുക? അയാൾ ഒഴിവാക്കുക. സ്വഭാവം ഗാനമില്ല അസ്ലി, അത് അസ്ലി എൻ്റെ പദം കൊണ്ടാണെങ്കിലും അസ്ലിൻ്റെ പദത്തിൻ്റെ കാരണം എന്താ? ഫസഖ്തുൽ വക്കാലത്ത്, വക്കാലത്തിനെ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഔ അബ്തൽതുഹാ, അല്ലെങ്കിൽ ഞാൻ അതിനെ അസാധുവാക്കിയിരിക്കുന്നു. ഔ അസ്ൽതുഹാ, അല്ലെങ്കിൽ വക്കാലത്തിനെ ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാം. ഇതുകൊണ്ടൊക്കെ വക്കീല് തൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഒഴിവായവനായിത്തീരും. വൈലം യാലമിൽ മഅസൂലു, മഅസൂൽ അറിഞ്ഞില്ലെങ്കിൽ പോലും, അസ്ൽ ചെയ്യപ്പെട്ടവൻ, ഇപ്പോൾ വക്കീല് അസ്ൽ ചെയ്ത പേര് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അയാൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒഴിവാക്കി എന്ന് ഇയാൾ പറഞ്ഞാൽ തന്നെ മതി. അതുപോലെ രണ്ടിലൊരാൾക്ക് മരണം സംഭവിക്കുക, ഭ്രാന്ത് സംഭവിക്കുക, അതുപോലെ തന്നെ മുവക്കിലിൻ്റെ ഉടമസ്ഥാവകാശം നീങ്ങുക, ഇതൊക്കെ അസ്ലിൻ്റെ കാരണങ്ങളാണ്. അസ്ൽ അയ്ദൻ, അതുപോലെ അസ്ലായിത്തീരും, വക്കീൽ അസ്ലാകും, തൻ്റെ പദവി നഷ്ടപ്പെടും. ബി ഖുറൂജി അഹദിഹിമ, രണ്ടിലൊരാൾ പുറത്തു പോകൽ കൊണ്ട്, അഹ്ലിയത്തി തസ്റുഫി, ഇടപാട് ചെയ്യാനുള്ള അർഹതയിൽ നിന്ന് പുറത്തു പോവുക. അതെങ്ങനെയാ? ബിമൗത്തിന്, മരണം കൊണ്ടോ, ജുനൂൻ, ഭ്രാന്ത് കൊണ്ടോ. എങ്ങനത്തെ ഭ്രാന്തും മരണവും? ഹസലാലി അഹദിഹിമ, രണ്ടിൽ നിന്ന് ഒരാൾക്ക് സംഭവിച്ചു, രണ്ടിൽ നിന്ന് ഒരാൾക്ക് സംഭവിച്ചാൽ മതി. വൈലം യാലമിൽ ആഖിറു ബിഹി, മറ്റേയാൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, വലോ ഖസുറത്ത് മുദ്ദത്തുൽ ജുനൂനി, ഭ്രാന്തിൻ്റെ സമയം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അസ്ലാവും. അതുപോലെ മറ്റൊരു കാരണം സവാലി മിൽക്കി മുവക്കിൽ, മുവക്കിലിൻ്റെ ഉടമസ്ഥത നീങ്ങുക. അമ്മാ വക്കല ഫീഹി, അവൻ ഏത് കാര്യത്തിലാണോ ഏൽപ്പിച്ചത് ആ കാര്യത്തിലുള്ള അവൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുക. അല്ലെങ്കിൽ ഔ മൻഫഅത്തിഹി, അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുക. അതെങ്ങനെ? കാൻ ബാഅൻ, വിറ്റു, അല്ലെങ്കിൽ വക്കാലത്ത് ആക്കാൻ വേണ്ടി ഏൽപ്പിച്ചതിനെ ഭൂമി വിറ്റു ഇവൻ തന്നെ, അല്ലെങ്കിൽ വഖഫ് ചെയ്തു, ഔ ആജറ, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു എന്താണില്ല? ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുന്നുണ്ട്. ഔ റഹൻ, അല്ലെങ്കിൽ പണയം വെച്ചു. ഔ സബ്ബജ അമത്തഹു, അല്ലെങ്കിൽ അവൻ്റെ അടിമ സ്ത്രീ എന്ത് ചെയ്തു? കെട്ടിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു. ഇത് ഇത്തരം കല്യാണം കഴിച്ചു കൊടുത്താലൊന്നും പിന്നെ വക്കീലിന് പിന്നെ അവൻ ഏൽപ്പിക്കപ്പെട്ട പണി ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയണം. എൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ വിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വക്കാലത്താക്കി, നിങ്ങൾ വിറ്റതിന് ശേഷം വക്കീൽ പറയാണ്, ഞാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു? എന്നെ വക്കാലത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനവൻ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ അവൻ്റെ വാദം സ്വീകരിക്കുള്ളൂ. അപ്പോൾ മാത്രമേ ആ കച്ചവടം ക്യാൻസൽ ആവുകയുള്ളൂ. ഒരായിസ്ദഖുൽ മുവക്കിലു, മുവക്കിലിൻ്റെ വാദം അംഗീകരിക്കപ്പെടുകയില്ല. ബഅദ തസറുഫിൻ, ഐ തസറുഫിൽ വക്കീലി, വക്കീലിൻ്റെ കൈകാര്യത്തിൽ, വക്കീലിൻ്റെ ഇടപാട് നടന്നതിന് ശേഷം, ഫീ ഖൗലിഹി കുന്തു അസൽത്തു, ഞാൻ അവനെ ഇടപാടിന് മുമ്പ് തന്നെ അവനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന വക്കീലിൻ്റെ വാദം സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ബിബയ്യിനത്തിൻ യുഖീമുഹ അലൽ അസ്ലി, അവൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവൻ നിർത്തുന്ന സാക്ഷി ഉണ്ടെങ്കിലല്ലാതെ വാസ്തവമാക്കപ്പെടില്ല. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതൊന്നുകൂടെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അതെങ്ങനെ? സൂറത്തുഹു, മുവക്കീലിൻ്റെ വാസ്തവമാക്കപ്പെടാത്ത രൂപം. ഇതാ അങ്കറൽ വക്കീൽ അസ്ല, വക്കീൽ എന്ത് ചെയ്തു?
അസല് നിശ്ചയിച്ചു. വക്കീൽ കൈകാര്യം ചെയ്ത് ഞാൻ മൊബൈൽ വിറ്റിട്ടുണ്ട്, നിങ്ങൾ എന്നെ അസല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. മുവക്കിൽ എന്ത് പറഞ്ഞു? ആ കച്ചവടം നടക്കുന്നതിന് അസല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫൈ വാഫഖഹു അലൽ അസ്ലി, അപ്പോൾ അസല് ചെയ്തിട്ടുണ്ട് എന്ന് വക്കീൽ സമ്മതിച്ചു. പക്ഷെ ലാക്കിൻ ഇദ്ദഅനഹു ബഅദ തസറുഫി, താൻ കൈകാര്യം എന്നെ ഏൽപ്പിക്കപ്പെട്ട ആ പരിപാടി നടത്തിയതിന് ശേഷമാണ് അസല് ചെയ്തത് എന്നാ വക്കീൽ പറയണത്. അവിടെ മുവക്കിലിന്റെ വാദമാണ് അംഗീകരിക്കുക. ഏതുപോലെ? ഒരു തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയുടെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും? മടക്കിയെടുക്കാൻ പറ്റുമല്ലോ ഭർത്താവിന്. ആ ഭർത്താവ് മടക്കിയെടുത്തു. അപ്പൊ ഭാര്യ പറയാണ് ഇദ്ദ കഴിഞ്ഞതിന് ശേഷമാണ് മടക്കിയെടുത്തത്, അതുകൊണ്ട് നിങ്ങളെ മടക്കിയെടുക്കൽ ശരിയല്ല. ഭർത്താവ് പറഞ്ഞു അല്ല, ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ആരാ വാദമാണ് സ്വീകരിക്കുക? അതാണ് ഫഹുവക ദഅവ സൗജി, അത് ഭർത്താവ് വാദിക്കും പോലെയാണ്. തഖദ്ദുമർ റജ്അത്തി, മടക്കിയെടുക്കൽ മുന്തിയിട്ടുണ്ട് എന്ന്. അലങ്കുതായി ലദ്ദതി, ഇദ്ദ കഴിയുന്നതിനേക്കാൾ മുന്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദന്റെ മുമ്പ് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയാണ് എന്ന് ഭർത്താവ് വാദിച്ചു. ഭാര്യ എന്ത് പറഞ്ഞു? അല്ല, ഇദ്ദ കഴിഞ്ഞതിന് ശേഷമാണ് മടക്കിയെടുത്തത്. ഒരു സ്ത്രീയെ ഒരു തലാഖാണ് ചെല്ലിയെങ്കിൽ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അത് അയാളെ ഭാര്യ എന്നായി തീരുമല്ലോ. ഇവിടെ തർക്കം. ഫീഹി തഫ്സീലുൻ മഅറൂഫുൻ, ഇതിൽ അറിയപ്പെട്ട ഒരു വിശദീകരണമുണ്ട് നിക്കാഹിന്റെ പാഠത്തിൽ, അത് പറയും. അവിടെ ആരെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അതേപോലെയാണ് ഇവിടെയും ഉള്ളത്. വക്കീല് പറയണത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു, ഏൽപ്പിച്ചു വിറ്റതിന് ശേഷമാണ് എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത്. വക്കീല് പറയാണ് അല്ല, വിൽപ്പനന് മുമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ആരെ വാദമാണ് സ്വീകരിക്കുക? വക്കീലിന്റെ വാദമാണ് സ്വീകരിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? വക്കീൽ അതിന് തെളിവ് കൊണ്ടുവരണം. ഈ കച്ചവടം നടക്കുന്നതിന് മുമ്പ് തന്നെ അസ്ല് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവ് കൊണ്ടുവരണം. തെളിവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ വാദമാണ് സ്വീകരിക്കുക. കല്യാണത്തിൽ അങ്ങനെ തന്നെ ഭർത്താവ് വാദിച്ചു ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തന്നെ മടക്കിയെടുക്കലുണ്ടായിട്ടുണ്ട്. ഭാര്യ പറഞ്ഞു ഇദ്ദ കഴിഞ്ഞിട്ടാണ് മടക്കിയെടുത്തത്, ശരിയായിട്ടില്ല, ഞാൻ അന്യായിട്ടുണ്ട് എന്ന്. ശരി, ഒരു വട്ടം കൂടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് നിർത്താം. വമിന തഅദ്ദി അൻ യളിഅ മിൻഹുൽ മാലു വലാ യദ്രി കൈഫ ളാഅ, പരിധി വിടുന്നതിന്റെ ഭാഗമാണ്, വീഴ്ചയുടെ ഭാഗമാണ്. സമ്പത്ത് അവനിൽ നിന്ന് പാഴായിപ്പോയി, അതെവിടെ പാഴായി എന്ന് അറിയാത്തൊരവസ്ഥ. ഔ വളൂഹു ബിമഹല്ലിൻ സുമ്മ നസിയഹു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു പിന്നെ മറന്നുപോയി. ഇവിടെ വക്കീൽ ഉത്തരവാദിയാണ്. വലാ യൻസുലു ബി തഅദ്ദീഹി ബിഗൈരി ഇത്രാഫിൽ മുവക്കലിഫി, മുവക്കലിഫിഹി നശിപ്പിച്ചാൽ അത് അവന്റെ പരിധി വിടലാണ്. അതല്ലാത്ത രീതിയിലുള്ള നശിപ്പിക്കൽ അല്ലാത്ത രീതിയിലുള്ള വേറെന്തെങ്കിലും പരിധി വിടൽ കൊണ്ട് വക്കീല് അവന്റെ പദവി നഷ്ടപ്പെട്ടവനാവുകയില്ല. വലു അർസല ഇലാ ബസ്സാസിൻ ലിയഖുദ മിൻഹു സൗമൻ, ഒരു വസ്ത്ര കച്ചവടക്കാരന്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിട്ടു ഒരാൾ, അയാളിൽ നിന്ന് വില പറഞ്ഞ് ഒരു വസ്ത്രം വാങ്ങാൻ വേണ്ടി. സൗമൻ സായിമൻ, വില പേശിക്കൊണ്ട്. അപ്പോൾ തലിഫ ബിത്തരീഖ്, വഴിയിൽ വെച്ച് നശിച്ചാൽ ലമിനുൽ മുർസിലു, ആ വസ്ത്രത്തിന്റെ വില കൊടുക്കേണ്ടത് മുർസിലാണ്, റസൂലല്ല. ഇഖ്തലഫ ഫി അസ്ലി വക്കാലത്തി ബഅദ തസറുഫി, ഏൽപ്പിക്കപ്പെട്ട കൈകാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വക്കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ തർക്കമായ. വക്കൽതനി ഫി കഥ എന്ന് ഒരാൾ പറഞ്ഞു. ഫഖാല മാ വക്കൽത്തുക, ഞാൻ വക്കാലത്ത് ആക്കിയിട്ടില്ല എന്നും വക്കാലത്ത് ആക്കിയെന്നും. അല്ലെങ്കിൽ വക്കാലത്തിന്റെ ഒരു ഗുണത്തിൽ തർക്കിച്ചു. എങ്ങനെ? ഒരാൾ പറഞ്ഞു വിൽക്കാനാണ് നീ എന്നെ വക്കാലത്താക്കിയത്, നസീഹത്തൻ കടത്തിന്. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു ബൽ നഖ്ദൻ, അല്ല റൊക്കം വിൽക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വാങ്ങാനാണ് വക്കാലത്താക്കിയത്. മറ്റേ ആൾ പറഞ്ഞു ബി അശറത്തിൻ, 10 രൂപയ്ക്ക് വാങ്ങാനാണ് വക്കാലത്താക്കിയത്. സുദ്ദിഖൽ മുവക്കിൽ ബിയമീനിഹി, മുവക്കിലിനാണ് അംഗീകരിക്കുക എല്ലാത്തിലും. കാരണം അസ്ല് അയാളെ കൂടെയാണ്, അടിസ്ഥാന രൂപം, അടിസ്ഥാന സ്വഭാവം. വെന്നസിൽ വക്കീലു ബി അസ്ലി അഹദിഹിമ, വക്കീലോ മുവക്കിലോ രണ്ടിൽ ഒരാൾ വക്കാലത്തിൽ നിന്ന് ഒഴിവാകലോടുകൂടെ അല്ലെങ്കിൽ ഒഴിവാക്കലോടുകൂടെ തന്നെ വക്കീല് തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടവനാകും. വക്കീൽ നഫ്സി, വക്കീൽ അവനോട് തന്നെ പറയുക എന്ത്, ഞാൻ അസ്ല് ചെയ്തു. അല്ലെങ്കിൽ മുവക്കിൽ എന്ത് ചെയ്യുക? അസ്ല് ചെയ്യുക. സവാങ്കാരൻ അസ്ലിന്റെ പദം കൊണ്ടാണെങ്കിലും അംല അല്ലെങ്കിലും. ഫസഖ്തുൽ വക്കാലത്ത്, അബ്തൽത്തുൽ വക്കാലത്ത്, അസ്ലത്തുൽ വക്കാലത്ത് എന്നൊക്കെ അതിന്റെ പദങ്ങളാണ്. വൈലം യാലമിൻ മഅസൂൽ, അസ്ല് ചെയ്യപ്പെട്ട ആൾ അത് അറിയില്ലെങ്കിൽ പോലും അസ്ല് സംഭവിക്കും. അസ്ല് എന്ന് പറഞ്ഞാൽ രാജിയാവുക, രാജിവെക്കുക, രാജിവെപ്പിക്കുക, സ്ഥാനം നഷ്ടപ്പെടുക, സ്ഥാനം ഒഴിവാക്കുക എന്നൊക്കെയാണ്. ഭ്രാന്തോ മരണമോ കാരണത്താൽ
വാങ്ങാനും കൊടുക്കാനൊക്കെ ഉള്ള ആ അർഹത ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടൽ കൊണ്ടും ആക്സിഡൻറ്റ് സംഭവിക്കും. രണ്ടിൽ നിന്ന് ഒരാൾക്ക് സംഭവിച്ചാൽ ആരുമില്ല ആഹ്റുബയും മറ്റേ അറിയില്ലെങ്കിലും അത് ഭ്രാന്തിൻ്റെ കാലം എത്ര കുറച്ചേ ഉള്ളൂ എങ്കിലും വസവാദി മിനിക്കും മോക്കിലിൻ്റെ ഉടമസ്ഥ നഷ്ടപ്പെടലും ഇട്ടുകൊണ്ടും വക്കീൽ സ്ഥാനഭ്രഷ്ടനാകും. അമ്മ വക്കലഫി അവൻ ഏൽപ്പിച്ച കാര്യത്തിലുള്ള ഉടമസ്ഥത, അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുക, നീങ്ങുക, വിൽക്കുക, വഖഫ് ചെയ്യുക, വാടക കൊടുക്കുക, പണയം വെക്കുക, അല്ലെങ്കിൽ അമത്തിനെ കെട്ടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, അമത്തിനെ കെട്ടിച്ചു, ഇതൊക്കെ. ഒരായി സന്ദഖൽ മുവക്കിലു ബാദ തസറുഫിൽ, വക്കീല് ഏൽപ്പിക്കപ്പെട്ട പണി ചെയ്തതിന് ശേഷം മുവക്കിലിന്റെ വാദം, ഞാൻ അസ്ൽ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനു മുമ്പ് തന്നെ അസ്ൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ എൻ്റെ വക്കീലായിരുന്നില്ല വിറ്റപ്പോൾ എന്ന വാദം വാസ്തവമാക്കപ്പെടില്ല. ഇല്ലാ ബിബയ്യിനത്തിൻ യുഖീമുഹ, അവൻ നിർത്തുന്ന തെളിവ് സഹിതമല്ലാതെ. രണ്ട് സാക്ഷികൾ വേണം അലൽ അസ്ലി ഒഴിവാക്കിയിട്ടുണ്ട് എന്നതിന്. അസ്നയം പറഞ്ഞു സൂറത്തുഹു, അതിന്റെ രൂപം ഇതാ അങ്കറൽ വക്കീൽ നസ്ല, വക്കീൽ എന്ത് പറഞ്ഞു, എന്നെ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫൈൻ വാഫഖുവൻ അസ്ലി, അപ്പം നിഷേധിച്ചപ്പോ ഈ അസ്ൽ ഇതിനൊന്ന് യോജിച്ചാലോ, അസ്ൽ വക്കീൽ അസ്ലിനെ നിഷേധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രൂപം. ഇനി അസ്ൽ ചെയ്തിട്ടുണ്ട് എന്ന് രണ്ടാളും പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞാ വക്കീൽ പറഞ്ഞ അസ്ൽ ചെയ്തിട്ടില്ല എന്ന്, വക്കീൽ പറഞ്ഞ അസ്ൽ ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി അങ്ങനല്ല, രണ്ടാളും അസ്ൽ ചെയ്തു യോജിച്ചു, യാക്കിനെന്താ. പക്ഷെ ഒരാൾ വാദിച്ചു അന്നഹു ബാ തസറുഫി, കൈകാര്യം ചെയ്തതിനു ശേഷമാണ് എന്ന് വാദിച്ചു വക്കീല്. ഫഹു വാദിക്ക താബ സോജി, ഭർത്താവ് വാദിക്കും പോലെയാണ്. തക്കമുത റജിയാത്തൽ ഇൻഗ്ലാലി, ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് എന്ന് വാദിക്കും പോലെയാണ്. ഇവിടെ ആരാണ് ആദ്യം പറഞ്ഞത്, താരിഖ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വെച്ചിട്ടാണ് ചർച്ച. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.